സ്വന്തം മക്കളുടെ പേര് പരിപൂർണമായിട്ട് വാപ്പുള്ള വാപ്പ എന്താ നിങ്ങളാരും വിളിക്കൂല, അങ്ങ് വേണമെങ്കിൽ വിളിച്ചാൽ മതി, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. ഞാൻ പണ്ട് ആദ്യമേ അതാ പറഞ്ഞത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ അത് പറയുന്നത്. എൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് സിനാനും മുഹമ്മദ് നഈമും, എൻ്റെ നല്ല പേരാ, ഞാൻ അതേ വിളിക്കത്തുള്ളൂ. മോനെ എന്ന് വിളിക്കും, അത് കുഴപ്പമില്ല, സ്നേഹമുള്ള വിളിയാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ അങ്ങ് മക്കളെ കിട്ടൂല, നല്ല മക്കളെ എങ്ങനെ വെറുതെ കിട്ടൂല. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ ലഭിക്കൂല. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ കാമത്ത് കൊടുക്കണം. അല്ലാഹുവേ, പിന്നീട് അവന്റെ ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ആൽ ഇംറാനിലെ തോതി കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് ജനിച്ച ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ആൽ ഇംറാനിലെ ഈ ആയത്ത് ഓതണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ മക്കളുടെ ചെവിയിൽ ഊതി കൊടുക്കണം. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തൊട്ടുകൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ തൊട്ടുകൊടുക്കലൊക്കെ ഉണ്ടോ ഉസ്താദേ? ഉണ്ട് മനുഷ്യ, തൊട്ടുകൊടുക്കുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഉദാഹരണം ചോദിക്കട്ടെ, കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേ? ഇവൻ ആരാടാ തൊട്ടുകൊടുത്തത്? അത് നമ്മുടെ അബൂബക്കർ. അവന്റെ ഗുണമല്ലേ ഇവൻ കാണിക്കത്തുള്ളൂ, പറയാറില്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൊട്ടുകൊടുക്കുന്ന മനുഷ്യൻ നല്ലവനായിരിക്കണം, 5 നേരം നിസ്കരിക്കണ, അള്ളാനെ ഭയന്ന മനുഷ്യനായിരിക്കണം തൊട്ടുകൊടുക്കാൻ. അല്ലാതെ മുറുക്കാനും മുറുക്കി പള്ളിയുടെ പടി പോലും കാണാത്ത വാപ്പ തൊട്ടുകൊടുത്ത ഓൻ അങ്ങനെ ആയി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ആൾക്കാർ വേണം തൊട്ടുകൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, വാപ്പാ, പൊന്നുമോളുടെ പേരിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? സ്വന്തം മക്കൾക്ക് നിന്റെ വാപ്പ നിനക്ക് നല്ല പേരിട്ട് തന്നു, പക്ഷേ നീ അത് നിന്റെ മക്കളോട് ചെയ്തില്ല വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നന്ദി പ്രസവിക്കുന്ന മക്കളെ സ്വാലിഹീങ്ങളാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, അവർക്ക് നല്ല പേരിടാൻ മറന്നു പോകരുത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് മഹാനായ ഉമർ തങ്ങളവനോട് പറയുകയാ, മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, ഉമ്മമാരോട്, മക്കളെ കുറിച്ച് കുറ്റം പറയുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇമാമാ, മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയും ഉമ്മയുമായി നിങ്ങൾ ജീവിച്ച് കാണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇബാദിന്റെ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയ്ക്കും പറയാൻ കഴിയോ, നീ ഒരു നല്ല വാപ്പയാണെന്ന്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണ് നീ എന്ന് പറയാൻ കഴിയോ പെങ്ങളെ എന്ന് പറഞ്ഞ ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ, ആദ്യം നന്നാകേണ്ടത് നീയാണ്, നീയാണ് നിന്റെ മക്കളുടെ ഗുരു, നീയാണ് നിന്റെ മക്കളുടെ ഗുരു. ആദ്യം നീ നന്നാകണം, നിന്നെ കണ്ടു വളരുന്ന മക്കള് തലതിരിഞ്ഞു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം നന്നാകേണ്ടത് വാപ്പ നീയാ. നീ നിസ്കരിക്കോ? നിങ്ങൾ പറ, 5 നേരം നീ നിസ്കരിക്കോ? നീ ഖുർആൻ കൈകൊണ്ട് തൊടുവോ? ഒരു സലാത്ത് പറയോ? ഇത് കണ്ടു വളരുന്ന മകൻ അവൻ ചെയ്തില്ലെങ്കിൽ തല്ലുന്നതിന് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നീ നേരെ ചൊവ്വ വസ്ത്രവും ധരിച്ച് നടക്കോ? അതില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ ആഗ്രഹം, അതിനാർക്കും ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് ഉപദേശവാ. വാപ്പ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, വീടിന്റെ മുറ്റത്തിരിപ്പുണ്ട്, കസേരയുടെ മോളി കാലും കയറ്റി വെച്ചിട്ടിരിക്കുക. ബാങ്ക് വിളിക്കുമ്പോ മകനോട് പറയണ്ട, പള്ളി പോടാ, ഭീഷണിയാ, പോടാ പള്ളിയിൽ. ഈ മനുഷ്യന് വല്ല അസുഖമുണ്ടോ? ഒരു ഗുരുവില്ല. വീടിന്റെ മുന്നിൽ ആരോഗ്യവാനായി ഇരുന്നിട്ട് മകനോട് പറയും പള്ളിയിൽ പോകാൻ, തല്ലാൻ റെഡിയായി നിൽക്കുക. എന്നാ സത്യത്തിൽ ചെയ്യേണ്ടതെന്തേ? നീ ആദ്യം പോയി കാണിക്കണ്ടേ?
വാപ്പ നീ ആദ്യം പള്ളിയിൽ പോണം, നീ പോയാൽ നിന്റെ മകൻ പുറകെ വരും, നീ വരാൻ പോലും വിളിക്കണ്ട. ഉമ്മ പടച്ചവനെ മഗ്രിബിന്റെ സമയമാകുമ്പോ മോളോട് പറയും, മഗ്രിബിന് ബാങ്ക് വിളിച്ചു, യാസീൻ ഓതു, സലാത്ത് പറ, നിസ്കരിക്ക്, ഞാനിവിടെ പെറ്റ് കിടക്കുക സീരിയലിന്റെ മുന്നിൽ. ഉമ്മ ടിവിയുടെ മുന്നിലിരിക്കുക, എന്നിട്ട് മക്കളോട് പറയും ചെയ്യാൻ. ഇതെവിടുത്തെ ന്യായവ സഹോദരൻ? ഇതെവിടുത്തെ ന്യായവ? എന്റെ പ്രിയമുള്ളവരെ, ഉപദേശിക്കുന്ന മാതാപിതാക്കളോട് പറയുകയാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് പറയുന്നത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നിർത്തണോ? നിങ്ങൾ തല്ലുവോ? നിങ്ങൾ തല്ലിയാൽ എനിക്കൊന്നുമില്ല, ഞാൻ ഉള്ളത് പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലപോലൊക്കെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ വേണേൽ മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് വണ്ടി കയറ്റി വിടും. എനിക്കതൊന്നും വേണ്ട. നിങ്ങൾ തല്ലിയാലും കുഴപ്പമില്ല, ഇനി എന്നെ വയതിനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് പറയണം. പറഞ്ഞില്ലെങ്കിൽ കിട്ടണ പണി എന്തെന്നറിയും? മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ നാട് നശിപ്പിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടി ഇരുന്നിട്ട് ബിസ്മി ഓതിക്കൊണ്ടിരിക്കുക. ഫാത്തിഹയാണെന്നും ബിസ്മിയാണെന്ന് പറയുന്നു. ബിസ്മി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവേ, ഒരു കുട്ടി ഇരുന്ന് പടച്ചവനെ ബിസ്മില്ല ഓതുന്നു റബ്ബേ. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ആ കുട്ടി അത് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു, നീ ഒന്നും ചെയ്യണ്ട, തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വിളിച്ചു. പിന്നീടൊരവസരത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഉസ്താദ് ഇബാദത്തിലാണ്. ഒരു ഉസ്താദ് വല്ലാത്ത ഇബാദത്താ. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയപ്പോ അള്ളാഹ് വെറുതെ വിട്ടു. അപ്പൊ പിന്നെ നിസ്കരിച്ചാ വെറുതെ വിടുമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഒരു മനുഷ്യന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം തമ്പുരാനെ? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു അത്രേ, ആദ്യം ആ ഉസ്താദിനെ തലകീഴായിട്ട് എടുത്തടിക്കാൻ. ആദ്യം ഉസ്താദിനെ തലകീഴായിട്ട് അടിക്കണം, പിന്നെ വേണം നാട്ടുകാർക്ക് കൊടുക്കാൻ. അതെന്തേ പടച്ചവനെ? ആ മനുഷ്യൻ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആദ്യത്തെ അടി ഉസ്താദിനാ. അപ്പൊ എനിക്കത് കൊള്ളാൻ വയ്യാത്തോണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതല്ലെങ്കിൽ പരിശുദ്ധമായി ഖുർആൻ എടുത്തു നോക്കൊരു ചരിത്രം കാണാം. മൂസാ നബിയാണെന്ന് തോന്നുന്നു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിനോട് അള്ളാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. മൂസാ നബി എത്ര പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാർ കേൾക്കൂല. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകും. അവസാനം സഹികെട്ടിട്ട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഇവരെ നീ കൊരങ്ങന്മാരാക്കി കളയണേ തമ്പുരാനെ. അള്ളാഹു, ഇവരെ നീ കോലം മറിച്ച് കളയണേ തമ്പുരാനെ. അപ്പൊ ഇങ്ങനെ കടലിൽ പോയവര് മുഴുവനും തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ കരയിൽ കുറച്ച് മഹാന്മാരുണ്ടല്ലോ. പള്ളിയുടെ ഫസ്റ്റ് ഓഫ് ഇരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. പലരും പള്ളിയിൽ പോകാൻ, പള്ളി കയറാത്ത ഒരുത്തം പള്ളിയിൽ പോയാൽ ഈ ഉപ്പാമാര് ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോടാ, എത്ര നാളത്തേക്കാ? കാരണം അവരുടെ കുടുംബ സ്വത്ത് പോലെ ആ പള്ളി. ചിലരങ്ങനെ കളിയാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ കടലിൽ പോയവര് തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ മീൻ പിടിക്കാൻ പോകാത്ത കുറച്ച് മഹാന്മാര് കടലിന്റെ കരയിൽ പോയി കാത്തിരിക്കുക. അളിയ എപ്പോ വരുവടാ കൊരങ്ങന്മാരൊക്കെ ഇവരിങ്ങനെ കാത്തു നിൽക്കുക. ആ സമയത്ത് മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം. അല്ലാഹുവേ, ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം. കാരണം അവര് പോയപ്പോ അവരെ തടഞ്ഞില്ല. തെറ്റ് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തവരാ. ആദ്യം അവർക്കാണ് ശിക്ഷ കിട്ടിയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഓരോ വാപ്പയും ഉമ്മയും കേട്ടോ, മക്കളെ ഉപദേശിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ, അങ്ങനെ ഉപദേശിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ മക്കൾ അനുസരിക്കത്തുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ തന്റെ മകനുമായി കടന്നു വന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മകനുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇവൻ ആരും പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, മധുരം വാരി വാരി തിന്നുകയാണ്.
മധുരം ഒരുപാട് കഴിക്കുന്നുണ്ട്. ആരുപദേശിച്ചിട്ടും ഇവൻ കേൾക്കുന്നില്ല. നബിയെ, നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ പൊന്നുമോൻ അനുസരിക്കും, ഒന്ന് ഉപദേശിക്കുമോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാനോട് പറഞ്ഞു പോയിട്ട് പിന്നെ വരാൻ, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഉമ്മ തൻ്റെ മകനുമായി പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് തൻ്റെ മകനുമായി കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നുമകൻ, ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. മധുരം അധികമായിട്ട് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഇത്രേ ഉള്ളെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു മറുപടിയെ സദസ്സിലിരിക്കുന്ന ഒരു വാപ്പയും മറക്കരുത്, ഒരു ഉമ്മയും മറന്നു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ മധുരം അധികമായിട്ട് കഴിക്കുമെന്ന അത് നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ ഉപദേശിക്കാമെന്ന് കരുതുന്ന ആദ്യം നന്നാകേണ്ടത് നീയാ. നീ നന്നായിട്ട് വേണം നിന്റെ മക്കളെ നന്നാക്കാൻ നിൽക്കേണ്ടത്. അല്ലാതെ പടച്ചുറപ്പിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്നവര് വാപ്പയാണെങ്കിൽ നിന്റെ മകനോട് പറയണ്ട പള്ളിയിൽ പോകാ, നീ അവനെ നിർബന്ധിക്കണ്ട. വാപ്പോ, നിന്റെ പൊന്നുമോ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്നെ കൂടെ കൊണ്ടുപോകോ വാപ്പാ? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിലേ, നീ നമസ്കരിക്കുന്നവളാണെങ്കിലോ പടച്ചവനെ, നിന്റെ പൊന്നാര മക്കൾ നിന്റെ കൂടെ വന്ന് നിസ്കരിക്കുകയാ. പടച്ചവനെ, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാണെങ്കിലോ, നിങ്ങൾ നല്ലവരാണെങ്കിൽ, നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിലോ, നിങ്ങളുടെ മക്കളത് പ്രവർത്തിക്കുമെന്ന് അല്ലാഹുവേ അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് അല്ലാഹുവേ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യയും വൃത്തികേടുകൾ കാണിച്ചാൽ പലർക്കും തിരുത്തി കൊടുക്കാൻ പേടിയാണ്. ഭാര്യയും മക്കളും തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കാത്ത പലരുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന സഹാബാ, അല്ലാഹുവിന്റെ കോടതിയിലെ 3 വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹു കരുണ കാണിക്കാത്ത, പടച്ചവനെന്ന് മുഖത്ത് പോലും നോക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം വാപ്പാണിപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ചില വാപ്പമാരാണ്, ഏത് വാപ്പമാരെന്നറിയുമോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്തി കൊടുക്കാത്ത വാപ്പയുണ്ടല്ലോ. വാപ്പാ, പടച്ചവനെ, ഈ പള്ളിയിൽ അസറിന് വന്ന ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകൂ. അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഹദ്ദാനും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ച് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം മക്കളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് വീടിന്റെ അകത്തിരുന്നു കൊണ്ട് ചന്ദനമഴയും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാ. ഇത് നിനക്ക് പാപമാണെന്നറിയുമല്ലോ, ഇത് തെറ്റാണെന്ന് നിനക്കറിയുമല്ലോ. പടച്ചവനെ, അത് തിരുത്തി കൊടുക്കാത്ത വാപ്പയുണ്ടല്ലോ. നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവർ 3 വിഭാഗം. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മഗ്രിബിന് ശേഷമുള്ള സമയം ദുആയ്ക്ക് ഇജാബത്തുള്ളതാ, ഖുർആൻ ഓതേണ്ട സമയമാ. അപ്പൊ വാക്യ ഓതണം, റഹ്മാൻ ഓതണം, സജദ ഓതണം, മുൽക്ക് ഓതണം, യാസീൻ ഓതണം. ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം. നീ കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ തിരുത്തി കൊടുക്കാൻ
കൊടുക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്ക്, തിരുത്തി കൊടുക്കാറുണ്ടോ? മക്കളെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടാ കാണുന്ന അരപ്പാവാട ഇട്ട് ആടുക. നിങ്ങൾ ആലോചിക്ക്, അരപ്പാവാട ഇട്ടിട്ട് ആടുന്ന ഇംഗ്ലീഷ് പാട്ട്, ഹിന്ദി പാട്ടും. എന്റെ പ്രിയമുള്ള സഹോദരിമാരും മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ചിരുന്ന് വാപ്പയും ഉമ്മയും കാണുന്ന കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുത്തി കൊടുത്തില്ലെങ്കിൽ നിനക്ക് എവിടെ തഴമ്പുണ്ടെങ്കിലും, നീ എത്ര കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. സിനിമ കാണുന്നത് അനുവദനീയ ഇസ്ലാമില്? പറമനുഷ്യന്മാരെ, സിനിമ കാണുന്നത് അനുവദനീയമാണോ? തെറ്റാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സദസ്സുണ്ടോ? നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇതൊന്ന് ജായിസാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പക്കാ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാ TV ഇല്ലാത്ത വീടുണ്ടോ? TV ഇല്ലാത്ത വീടുണ്ടോ? വീട്ടിന്റെ വരാന്ത മുന്നിൽ കയറുമ്പോ വെച്ച് നീ പോയി നോക്ക്, നിന്റെ ഭാര്യയും മക്കളും ഇരുന്ന് കാണുമ്പോ നിനക്കത് തെറ്റാണെന്ന് തോന്നിയിട്ട് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ വിടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. എന്തൊരു ഒത്തൊരുമയാ പടച്ചോനെ, ഇല്ലേ? എന്തൊരു ഒത്തൊരുമയാ. ഇരുന്നിട്ട് ഇംഗ്ലീഷ് ഇവിടെ മക്കളും വാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നിട്ട്, മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അള്ളാഹുവേ ഈ വൃത്തികേടുകൾ കാണുന്ന കാലവാ. ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് വലിയ വിഷയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വീട്ടിൽ കൊച്ചു കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ 3 സമയത്ത് മാതാപിതാക്കളുടെ റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വന്തം മക്കളെ, വീട്ടിൽ 8 or 9 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾ സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ പോണെങ്കിൽ അനുവാദം ചോദിക്കണം. 3 സമയത്ത് വീടിന്റെ കവാടത്തിൽ വാതിലിൽ പോയി തട്ടിയിട്ട് അനുവാദം ചോദിക്കണം, ഞാൻ അകത്തേക്ക് വരട്ടെ. ഉമ്മ അനുവാദം കൊടുത്താലേ പോകാവൂ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞ് 3 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം. സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം. കാരണം വാപ്പയും ഉമ്മയും ഉറക്കത്തില, എങ്ങനെ കിടക്കണേന്നറിയില്ല. ചിലപ്പോ വാപ്പയ്ക്ക് മുണ്ടുണ്ടാകില്ല, ഉമ്മാന്റെ ഔറത്ത് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആ സമയത്ത് മക്കൾ ബെഡ്റൂമിലേക്ക് കടന്നു ചെന്നാൽ, അള്ളാഹുവേ, ആൺകുട്ടികൾ ഉമ്മാന്റെ ഔറത്ത് കണ്ടു, പെൺകുട്ടികൾ വാപ്പയുടെ ഔറത്ത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ മക്കൾ തലതിരിഞ്ഞു പോകാൻ കാരണമുണ്ട്. അതുകൊണ്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ മക്കൾ റൂമിൽ പോകാൻ പാടില്ലാത്ത ഒന്നാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയം. 2 നട്ടുച്ച സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ മക്കൾ റൂമിൽ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലോ അല്ലാഹുവിന്റെ ഖുർആനാ. കാരണം എന്തെന്നറിയോ? മാതാപിതാക്കളുടെ ഔറത്ത് കണ്ട ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല. എങ്കിലും അവർ കാണാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല. പ്രായപൂർത്തിയാകാത്ത മക്കളാ, അവര് പോലും കാണാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോ, പടച്ചവരേ, പെങ്ങന്മാര് പാല് കൊടുക്കുന്നത് പൂതിയുടെ മുന്നിലിരുന്ന അല്ലാ, ചെറിയ മക്കളെ നോക്കുമ്പോ ഉമ്മയിരുന്ന് കരയുകയാ. സീരിയൽ കണ്ടിട്ട് ഉമ്മാന്റെ കണ്ടിടമിങ്ങനെ നിറയുന്നത് കാണുകയാണ്. പടച്ചവരെ, തന്റെ മക്കളെ കൂടെ കടത്തിയിട്ടാണ് കാമുകനോട് സംസാരിക്കുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നത്. ഇത് കണ്ടു വളരുന്ന മക്കളുണ്ടല്ലോ, അവർ വൃത്തികെട്ടവരായി പോയാ കുറ്റം പറയാൻ കഴിയോ? നീ ചെയ്തത് കണ്ടു വളർന്ന മക്കളല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. ചെറിയ കുട്ടികൾ വീട്ടിലുള്ളവർ ഒരുപാട് സൂക്ഷിക്കണം. നിങ്ങൾ പറയുന്ന സ്വാദ് അവർ കുഞ്ഞുങ്ങളല്ലേ, ഒന്നും മനസ്സിലാകില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ഒരു ദിവസം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഭാര്യ നോക്കുമ്പോ തന്റെ ഭർത്താവ് വല്ലാത്ത സന്തോഷത്തിലാ. അല്ലാഹുവേ, വീട്ടിലേക്ക് ഓടി വരുമ്പോ അവർ വന്ന് ചോദിച്ചു, എന്തോ ഇത്ര വലിയ സന്തോഷത്തിന്റെ കാരണമെന്തോ? അവിടെ പറയുന്ന പെണ്ണേ,
അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാറ്. അള്ളാന്റെ റസൂൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അള്ളാഹുവേ കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം വീടിന്റെ കത്ത് കിടന്ന് തുള്ളിച്ചാടുകയാ. ജൗഫർദങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ റസൂലുള്ളാഹിന്റെ ഭക്ഷണം ഉണ്ടാക്കൂ. പ്രവാചകൻ ആട്ടിറച്ചി വല്ലാത്ത ഇഷ്ടമാണ്. ജൗഫർദങ്ങളെ ചെന്നിട്ട് ഒരാടിനെ പിടിച്ച് അറുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഒരാടിനെ പിടിച്ച് അറുക്കുകയാ. എന്നിട്ടതാ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇറച്ചി റെഡിയാക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്നുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാ. രണ്ട് മക്കളുണ്ടല്ലോ, അവര് വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാ. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്. അതാ കുറച്ചു സമയം കഴിയുമ്പോ അല്ലാഹു തആലാന്റെ മൂത്ത മകനുണ്ടല്ലോ, അനുജനോട് ചോദിച്ചു, മോനെ വാപ്പാടിന് അറുക്കുന്നത് കണ്ടോ മോനെ? അനുജനോട് ചോദിക്കുകയാണ്, വാപ്പാടിന് അറുക്കുന്നത് നീ കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ല, വാപ്പാടിന് അറുക്കുന്നത് ഞാൻ കണ്ടില്ല. അനുജൻ ചോദിച്ചു, എന്റെ പെണ്ണുമോന് കാണണോ? വാപ്പാടിന് അറുത്തത് എങ്ങനെയാണെന്ന് കാണണോ? ചെറിയ മകനതാ തന്റെ അനുജൻ പറഞ്ഞു, കാണണമെനിക്ക. എന്തേ ചെയ്തതെന്നറിയോ? വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തിയെടുത്തുകൊണ്ട് വരികയോ. വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തിയെടുത്തുകൊണ്ട് വന്നു തന്റെ പൊന്നാര അനുജന്റെ തലയങ്ങ് തിരിച്ചു വെക്കുകയോ. വാപ്പാടിനെ പിടിച്ചു കിടത്തിയതുപോലെ അനുജനെ പിടിച്ചു കിടത്തിയിട്ട് ആ പുണ്യവകൻ തന്റെ കൂടപ്പിറപ്പിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ച കറുക്കുകയോ. സുബ്ഹാനല്ലാഹ്. കഴുത്തറ്റ് പോയിട്ട് ആ പൊന്നുമോന്റെ കഴുത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. തന്റെ പൊന്നാര അനുജൻ കിടന്ന് കൈകാലുകൾ പിടിക്കുകയോ. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് പൊന്നാര അനുജനെ പിടഞ്ഞു മരിക്കുകയാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ പൊന്നുമകൻ തന്റെ കയ്യിലിരുന്ന് കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ട് ഓടുമ്പോ ഉയരമുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ കാല് തെറ്റിയിട്ട് താഴെ വീഴുകയോ. തലപൊന്ന് തറയിലടിച്ചിട്ട് അല്ലാ, തല പൊട്ടിയിട്ട് തലച്ചോറ് പോലും തോക്കുകയാണ്. അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുകയോ. അല്ലാഹുവേ, രണ്ട് മക്കള് വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുന്നു. വാർത്തയും വീടിന്റെ കത്തിരുന്ന് സന്തോഷത്തോട് റസൂലുള്ളാഹിന്റെ കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയോ. രണ്ടുപേരും ഒന്നും അറിഞ്ഞില്ല. കുറെ സമയം കഴിയുമ്പോ തീർന്നു പോയി. വാങ്ങുന്നതിന് വേണ്ടി ജൗഫർ നിങ്ങളുടെ ഭാര്യ വെളിയിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുമ കാണാൻ പാടില്ലാത്ത കാഴ്ചയാ. നെഞ്ചു പൊട്ടിപ്പോകുന്ന കാഴ്ചയാ. തന്റെ രണ്ടാമത്തെ മകന്റെ തലവേറെ ഉടലുവേറെ, തലവേറെ ഉടലുവേറെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. എന്താണ് സംഭവമെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ലോ. അല്ലാഹുവേ, പടച്ചവനെ, അവസാനം അവിടെ ഇരുന്ന് കരയുകയാണ്. ആ സമയത്ത് കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ജൗഫർ തങ്ങളുടെ ഭാര്യ ചിന്തിച്ചു, ഇതെന്റെ ഭർത്താവ് അറിയാൻ പാടില്ല, ഇതെന്റെ ഭർത്താവിനോടിപ്പം പറയാൻ പാടില്ല. പറഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിൽ വരുന്ന ദിവസമാണല്ലോ, ഇന്ന് മരിച്ച വീടായി പോകുമല്ലോ. അതുകൊണ്ട് ഭർത്താവിനോട് പറയാതെ തന്റെ പൊന്നുമോന്റെ ജനാസ എടുത്ത് മറച്ചിടുകയാ. കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോ
മൂത്തമകന്റെ തല പൊട്ടിയിട്ട് തലച്ചോറ് പോലും വെളിയിലേക്ക് തെറിച്ച് കിടക്കുകയാ. ആ പെണ്ണുപോലും ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. അതാ അവന്റെ ജനാസയും എടുത്തുകൊണ്ട് അനുജന്റെ കൂടെ കൊണ്ടുവന്ന് കിടത്തുകയാ. എന്നിട്ട് തുണിയിട്ട് മറച്ചിട്ട് ജൗഫർ ഞങ്ങളുടെ ഭാര്യ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ജൗഫർ നിങ്ങൾ ചോദിച്ചു, എന്തേ പെണ്ണേ, എന്തേ നിന്റെ മുഖത്തിന്റെ നിന്റെ കണ്ണു നിറയുന്നില്ലോ? അവിടെന്ന് പറഞ്ഞ് സന്തോഷം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകർ വരുന്നതിന്റെ സന്തോഷം എന്താ? രണ്ടുപേരും അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാ. കുറെ സമയം കഴിയുമ്പോ അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടന്നു വരികയാണ്. ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോകുന്ന വീട്ടിൽ 2 കുട്ടികളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാതെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം ജൗഫർ തങ്ങളെ ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാൻ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജൗഫറേ, മക്കളെവിടെ? ജൗഫറേ, അവരെ കൂടെ വിളിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ മക്കളെ വിളിക്കുന്നു, അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോ ജൗഫർ തങ്ങളുടെ ഭാര്യ പടച്ചവനെ അത്ഭുതത്തോടെയാണ് ആ ചോദ്യം കേട്ടത്. അവിടെന്ന് പറഞ്ഞു, മക്കളെ വെളിയിൽ നിന്ന് കളിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. ജൗഫർ തങ്ങളെ രണ്ടാമതും പറഞ്ഞു, മക്കളെ വിളിക്കപ്പെട്ടു. അവിടെന്ന് പറഞ്ഞു, റസൂലുള്ളാഹിനോട് കഴിക്കാൻ പറ. മൂന്നാമതും പറഞ്ഞിട്ട് വിളിക്കാതെ വരുമ്പോ ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം നിന്നു. ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടുമ്പോ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അവസാനം ഗതിയില്ലാതെ നിന്നപ്പോ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് മറച്ചിട്ടിരിക്കുന്ന തുണിയിൽ മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ചോരയിൽ കുളിച്ച് കിടക്കുന്ന 2 മക്കളുടെ ജനാസ കാണുമ്പോ ജൗഫർ തങ്ങളെ പിടഞ്ഞു വീഴുകയാണ്. തന്റെ പൊന്നാര മക്കളുടെ അതാ ജനാസയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് കരയുകയാ. സഹിക്കാൻ കഴിയില്ലല്ലോ. അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജൗഫർ തങ്ങളുടെ ഭാര്യ ഇങ്ങനെ തലയിൽ കൈവെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ജൗഫറേ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് നിന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുകയാ. എഴുന്നേറ്റ് പോയിട്ട് റസൂലുള്ളാഹിന്റെ ഭക്ഷണം കഴിക്കാ പറ ജൗഫറേ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. താങ്ങാൻ കഴിയാതെ തന്റെ പൊന്നാര മക്കളുടെ ജനാസയുടെ മുന്നിൽ നിന്ന് കരയുമ്പോ ഈമാനുള്ള ജൗഫറിന്റെ ഭാര്യ ചോദിക്കുന്നു, ജൗഫറേ, ഉമ്മയെക്കാല് വാപ്പയെക്കാല് മക്കളെക്കാല് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹ് ഭക്ഷണത്തിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. എഴുന്നേക്ക് ജൗഫറേ, റസൂലുള്ളാഹിനോട് പറയുന്നു, പോകുന്ന സമയത്ത് പറയാവൂ, നമ്മൾ ഈ ചെയ്തത് മുഴുവനും വെറുതെയായി പോകുമല്ലോ. അതുകൊണ്ട് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വിടുമ്പോ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്തെന്നറിയോ? ചെറിയ മക്കള് വീട്ടിലുണ്ടെങ്കിലോ പ്രായപൂർത്തിയാകാത്ത മക്കള് വീട്ടിലുണ്ടെങ്കിലോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കടേ വാപ്പാ. പെങ്ങളെ മറന്നു പോകരുത്, പെണ്ണുകളെ
ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ പൊന്നാര മക്കള് കണ്ടുകൊണ്ടിരിക്കുകയാ. അത് കണ്ടാണ് അവര് വളരുന്നത്. നിന്നെ കണ്ടാ നിന്റെ മോള് പഠിക്കുന്നത്. നീ കാവനോട് സംസാരിക്കുന്നത് കണ്ടു വളർന്ന മകളുണ്ടല്ലോ. അല്ലാ, പാല് കൊടുക്കുന്ന സമയത്തിന് കാമുകനോട് സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പെണ്ണേ, നിന്റെ മക്കളത് കണ്ടു വളർന്നിട്ട് 18 ആകുമ്പോ കണ്ടവന്റെ കൂടെ വിളിച്ചോടുമ്പോ നെഞ്ചത്തടിച്ച് കിടന്നിട്ട് കാര്യമില്ല. അല്ലാ, മഹാനായ ഇമാമിന സാഫി റളിയല്ലാഹു തആല അൻഹു 7ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. കാരണം എന്തെന്നറിയോ? ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാണ്. ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാണ് സാഫി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയോ? ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിന് കുളിർമയുള്ളവരാകണമെന്ന് ദുആ ചെയ്യുന്നവരാണല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യുന്നവരല്ലേ കണ്ണിന് കുളിർമയുള്ളവരെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭാര്യന്റെ മക്കളുമായി നിസ്കാരപ്പായിൽ നിന്ന് ദുആ ചെയ്യുന്ന കാഴ്ച കാണുമ്പോഴാണ് ഒരു ഭർത്താവിന്റെ കണ്ണിനത് കുളിർമയാകുന്നത്. ഭക്ഷണം കടിച്ച് കിടന്നിറങ്ങി രാത്രി 2 മണിക്ക് കൂടെ കിടന്ന ഭർത്താവിനെ കാണാതെ വരുമ്പോ ഭാര്യ നോക്കുമ്പോ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ സുജൂദിൽ കടന്ന് കരയുകയോ. എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴാണ് കണ്ണിന് കുളിർമയുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയും ഉമ്മയുമായി ജീവിക്കാൻ പഠിക്കു ചെറുപ്പക്കാരാ. ഉമ്മമാര് സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന കാലവ, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് പടച്ചവനെ കരയുമ്പോ സീരിയൽ കണ്ടിട്ടെന്റെ പെണ്ണന്മാര് കരയുകയാ. എങ്കിലെന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബിയ എന്ന് പറയുന്നവരെ ചെറുപ്പക്കാരുണ്ടല്ലോ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ, മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്നവരെ പെണ്ണ് കാണാൻ പോവുകയാണ്. പടച്ചവരെ, പെണ്ണ് കാണാൻ കടന്നു തന്നപ്പോ മൈമൂന പറഞ്ഞു, റബിയ, എനിക്കൊരാഗ്രഹമുണ്ട്, നീ സാധിച്ചു തരുവോ? പെണ്ണ് കാണാമെന്ന് ചെറുപ്പക്കാരനോട് ഒരു പെണ്ണ് പറയുകയാണ്. പടച്ചവരെ, എനിക്കൊരഭിലാഷമുണ്ട്, സാധിച്ചു തരുവോ? എന്തെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനും ഓതിത്തരുവോ? പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് മൈമൂനത്തുൽ മിസ്രിയ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എനിക്കൊന്ന് ഓതിത്തരുവോ? സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് കേൾക്കാരാ, ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവേ കാണാമെന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു ഖുർആനും ഓതിത്തരുവോ? അവിടെ പുതുമണ പാട്ടിക്ക് ഖുർആനിലെ ഒരു സൂറത്തോട് കൊടുക്കുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. അല്ലാഹു അവിടുന്ന് ഖുർആൻ ഓതുകയാ, മൈമൂന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓതിയോത് ഇന്നലദീനാ അൻകാലം വജഹീമാ. ഞാനും നിങ്ങളും ഇന്ന് പലരും സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ ഒരു ഭാര്യയും ഭർത്താവിന്റെ
കഥയാണ് പറയുന്നത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഖുർആൻ ഓതാൻ. അവിടെ നിന്ന് ഓതിയോതി അവസാനം ഈ ആയത്തെത്തിയപ്പോ രണ്ടുപേരും പിടഞ്ഞു വീഴുകയാ, കൈകാലുകൾ കിടന്ന് വിറയ്ക്കുകയാണ്, രണ്ടുപേരും കിടന്ന് കരയുകയാണ്. ആ സമയത്ത് മൈമൂന പറയുന്നു റബിയ ഒരിക്കൽ കൂടെ ആ ആയത്തോടേ റബിയ. പടച്ചവരെ റബിയ പറയുന്നു എന്നെ കൊണ്ട് പോകാൻ കഴിയൂല, എന്നെ കൊണ്ട് പോകാൻ കഴിയൂല. മൈമൂന പറയുന്നു എന്റെ അഭിലാഷമാ ഒരിക്കൽ കൂടെ ഓടിത്തരുവേ. അവസാനം ഇന്നലെ ജൈന അൻകാനല്ല ജൈന വതഅമിന്ദാ ഉസ്സതുന്ന അദാബൻ അലീമാ. നരകവാസികളെ കൊണ്ടുവരുന്ന ആ രംഗമിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്നെ പോലെ ഒരു പെണ്ണ് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആദ്യം നന്നാകേണ്ടത് നിങ്ങളോ. നിങ്ങളുടെ നന്നായ നിങ്ങളുടെ മക്കള് നന്നാകും, നിന്റെ വീട് നന്നാകും, നിന്റെ കുടുംബം നന്നാകും, നിന്റെ നാട് നന്നാകും, നിന്റെ രാജ്യം നന്നാകും, ഈ ലോകം തന്നെ നന്നാകുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മക്കളെ മാതാപിതാക്കൾക്ക് നിങ്ങളോട് പല കടമകളുമുണ്ട്. അതുപോലെ നിനക്കും തിരിച്ചുണ്ടടാ ചെറുപ്പക്കാരാ. മാതാപിതാക്കളെ തല്ലുന്ന മക്കളുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, അല്ലാഹുവേ മാതാപിതാക്കളെ കളിയാക്കുന്നവരുണ്ട്, അടിച്ചറക്കുന്നവരുണ്ട്, വൃദ്ധസദനത്തിൽ തള്ളുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മുന്നേ പറയാനുള്ളൂ, എന്റെ പൊന്നുമക്കളെ ഉമ്മ പോകല്ലേ എന്ന് പറഞ്ഞാ പോകല്ലേ, ഉമ്മ പറയുന്നതനുസരിക്കണേ. ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്, അതെത്ര വലിയ നല്ല സ്ഥലമാകട്ടെ. ഉമ്മയുടെ അനുവാദമില്ലാതെ നീ ഒരിക്കലും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങനെ ഉമ്മയുടെ മനസ്സിലെ ധനിപ്പിച്ചിട്ടിറങ്ങിപ്പോയാ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? കണ്ടവന്റെ കൂടെ 18 കൊല്ലം പൂത്തി വളർത്തിയ മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് ഇന്നലെ കണ്ട കാമുകന്റെ കരം പിടിച്ച് ഓടുന്ന പെണ്ണ്, ഈ ചരിത്രം കേട്ടോ മോളെ, രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കണ്ടവന്റെ മകളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ ഈ ചരിത്രം കേട്ടിട്ട് തീരുമാനിക്കടാ ചെറുപ്പക്കാരാ. മോനെ നിന്നെ പോലെ ഫضലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാ. ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ ഫضലെന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ഒരു ദിവസം കൂട്ടുകാർ മുഴുവനും പറഞ്ഞു, ഫضലേ നിങ്ങളെല്ലാവരും മക്കയിൽ പോകുകയാ, ഉംറയ്ക്ക് പോകുകയാ, നീ കൂടെ നിങ്ങളുടെ കൂടെ വരുന്നു, എല്ലാവരും ഉണ്ട് ഫضലേ. ഫضലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാനോട് ചോദിക്കട്ടെ. വീട്ടിലേക്ക് കടന്നു തന്നിട്ട് ഉമ്മാനോട് അനുവാദം ചോദിച്ചു, ഉമ്മാ എനിക്ക് ഉംറയ്ക്ക് പോകണമെന്ന കൂട്ടുകാർ മുഴുവനും ഉംറയ്ക്ക് പോവുകയാണ്, ഞാനും കൂടെ അവരുടെ കൂടെ പോകട്ടെ എന്ന് പറഞ്ഞു. വേണ്ട ഫضലേ, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട. പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. പക്ഷേ ഫضലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം കൂട്ടുകാരോട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല, നിങ്ങൾ എല്ലാവരും പൊക്കോ. കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്, ഉംറയ്ക്ക് പോലും നിന്റെ ഉമ്മ വിടുന്നില്ലല്ലോ, ഒരു നല്ല കാര്യത്തിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും കൂടെ കളിയാക്കിയിട്ട് മക്കയിലേക്ക് പോവുകയാ. ഫضലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത വിഷമം വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ പോകട്ടെ? വേണ്ട മോനെ, എന്റെ പൊന്നുമകന് പോകണ്ട എന്ന് പറയുമ്പോ യുവത്വത്തിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ ഉംറയ്ക്ക് പോകാൻ
റമദാനാണല്ലോ, ഒരു നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് ഉമ്മയുടെ അനുവാദം ചോദിക്കാതെ ഉംറയ്ക്ക് വേണ്ടി വീട് വിട്ടിറങ്ങുകയാ. ഉമ്മ പറഞ്ഞു, മോനെ പോകല്ലേ പോകല്ലേ പോകല്ലേ. ഉമ്മയുടെ അനുവാദമില്ലാതെ ഫലിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മക്കയിലേക്ക് യാത്രയാവുകയാ. പടച്ചവനെ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മനസ്സിന്റെ ഉള്ളിലൊരു സമാധാനമില്ല. ഉമ്മാന്റെ മുഖം ഇങ്ങനെ ഓർമ്മ വരികയാണ്. അവസാനം അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലോ നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ അല്ലാ. അവിടെ നിന്ന് കയറി നിസ്കരിക്കുകയാ. പള്ളിക്ക് വെറ്റുകയറി നമസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാര് ഓടി വന്നിട്ട് പള്ളിനെ പിടിച്ച് കെട്ടുകയാണ്, കൈകാലുകൾ പിടിച്ച് കെട്ടുകയാണ്, എല്ലാവരും തല്ലുകയാണ്. കാരണം എന്തെന്നറിയോ, ആ നാട്ടിലൊരു വലിയ മോശം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോട് രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷേ നാട്ടുകാര് ഫലിലാണ് കള്ളനെന്ന് പറഞ്ഞിട്ട് അവര് മുഴുവനും തല്ലുകയോ. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ, 2 കൈയുമങ്ങ് വെട്ടിമുറിച്ച ചെറുപ്പക്കാരാ, 2 കാലുമങ്ങ് വെട്ടിമുറിച്ച ചെറുപ്പക്കാരാ, കണ്ണു ചൂഴ്ന്നെടുത്ത് പെണ്ണുവേ, കയ്യും പോയി കാലും പോയി കണ്ണും പോയി. ഒറ്റ ദിവസം നിന്റെ സർവ്വരും നഷ്ടപ്പെട്ടു. എല്ലാവരും കള്ളായെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫതില് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ളായെന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്നെ ശിക്ഷയാ. അവസാനം കൊണ്ടുപോയി വഴിയോരത്ത് കൊണ്ട് വലിച്ചെറിയുകയാണ്. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വഴിയിൽ കൊണ്ട് വലിച്ചെറിയുകയാ. ശരീരത്തിലൂടെ രക്തമൊലിക്കുന്നുണ്ട്. അവിടെ കിടന്നു യാചിക്കുകയാണ്, അവിടെ കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ നാഥാ. കടന്ന് വഴിയോരത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, എന്നെ ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോവോ, എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിച്ചിട്ട് മരിക്കാനാ. എനിക്കില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് തെരുവിൽ കിടന്ന് യാചിക്കുകയാ. ഏതോ വഴിയാത്രക്കാര് ഈ യാചന കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു ഉമ്മ ഇറങ്ങി വരികയാണ്. അവര് ചോദിച്ചു, ഉമ്മ ഈ ചെറുപ്പക്കാരനെ അറിയുമോ? ഉമ്മ കൈയില്ല, കണ്ണില്ല, കാലില്ല, രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു, ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉമ്മ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അവിടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫതില് വിളിക്കുന്നു, ഉമ്മ ഞാനാണുമ്മ, ഉമ്മാടെ പൊന്നുമോന് ഫതിലാ ഉമ്മ. ഉമ്മാന്റെ അനുവാദമില്ലാതെ ഉംറയ്ക്ക് പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ ഉമ്മ. ചെറുപ്പക്കാരാ, കള്ളു കുടിക്കാൻ പോയവന്റെ കഥയല്ല, വ്യഭിചരിക്കാൻ പോയവന്റെ കഥയല്ല, സിനിമയ്ക്ക് തിയേറ്ററിൽ പോയവന്റെ കഥയല്ല, ഫുട്ബോൾ കളി കാണാൻ പോയവന്റെ കഥയല്ല, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയവന്റെ കഥയല്ല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ പെണ്ണിന്റെ കഥയല്ല. അള്ളാന്റെ കഅബാലയം കാണാൻ പോയ ഒരു മകന് അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെങ്കിലോ, ചെറുപ്പക്കാരാ വേണ്ടടാ മോനെ, നിന്റെ സ്വർഗം നിന്റെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ. ഉപ്പ സ്വർഗത്തിന്റെ കവാടമാണ് മോനെ, വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിലാ. ആ വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നതനുസരിക്കടോ, അവരെ വേദനിപ്പിക്കല്ലോ, അവരെ കരയിപ്പിക്കല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു. ഒരു സഹാബി ചോദിച്ചു, നബിയേ, ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ?
ഏറ്റവും കൂടുതൽ കടമയാരോടാ നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു നിന്റെ ഉമ്മയോടാ. പിന്നെ ആരോടാ? ഉമ്മയോടാ. പിന്നെ ആരോടാ? ഉമ്മയോടാ. പിന്നെ ആരോടാ? വാപ്പയോടാ. 3 പ്രാവശ്യവും അള്ളാന്റെ റസൂല് പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മാൻ ഇത്ര മഹത്വം കിട്ടാനുള്ള കാരണം എന്താ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. 3 കാര്യം പോയി ഒഴിവാണ്. 9.5 മാസം ചുമന്നത് വാപ്പയല്ലടാ, ഉമ്മയാ പൊന്നുമാര്. മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചത് ഉമ്മയാണ്, പാല് തന്ന് പോറ്റി വളർത്തിയത് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയോടാണ് കടമയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹ് ഈ നാട്ടിൽ നിന്ന് പടച്ചവരെ ഒരു ഉമ്മ വിളിച്ചു, ഉസ്താദേ എന്റെ പൊന്നുമകൻ എന്നെ അനുസരിക്കുന്നില്ല ഉസ്താദേ, എന്നെ തല്ലുന്ന ഉസ്താദേ, എന്നെ തല്ലുന്ന ഉസ്താദേ, എന്റെ പൊന്നുമോനൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. ഈ വാലിന്റെ സദസ്സിലാവുന്നയിരിപ്പുണ്ട്. അല്ലാഹ് ആ പൊന്നുമോന് നീ ഈമാൻ കൊടുക്കണമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ കണ്ണ് നിറയിപ്പിക്കരുത്. മാതാപിതാക്കളുടെ കണ്ണേതെങ്കിലും ഒരു മനുഷ്യനെ നിറയിപ്പിച്ച, എന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ച, മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ